ജാതിയോ മതമോ വർണ്ണവ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ മലയാളി ഒറ്റക്കെട്ടായി നിന്ന കാലഘട്ടം നമുക്കാർക്കും മറക്കുവാനാകില്ല. 2018 ഓഗസ്റ്റിൽ കേരളം കടന്നുപോയ ഭീകരമായ ദാരുണമായ ആ പ്രളയകാലം. മർസിയ ഫർഹാന എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് അത് ചെയ്തിട്ടുള്ളത്. ബംഗ്ലാദേശിൽ നിന്നാണ് ആർട്ടിസ്റ്റ്. കേരളത്തില് എഫക്റ്റഡ് ആയിട്ടുള്ള ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രളയത്തിന്റെ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഫ്ലോട്ടിംഗ് പോലെ ഒരു ക്യാരക്ടർ കൊടുത്ത എല്ലാതും ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് നേച്ചർ കൊടുത്തിരിക്കുന്നത്. എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഓരോ മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലാതെ. ഇത് ഓരോരുത്തരും അവരുടെ വീട്ടിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് കാരണം അവർക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒഴുകി കിടക്കുന്ന സ്ട്രക്ചേഴ്സും അവരുടെ മനസ്സിൽ നിന്ന് പോവാത്ത കുറെ കാര്യങ്ങളാണ്. അപ്പോൾ അത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം നന്നായിട്ട്. മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കിയ ലണ്ടനിലെ സെൻട്രൽ സെയിന്റ് മാർട്ടിൻസിൽ നടന്ന ഇന്നോവേഷൻ പുരസ്കാരം 2014 ലഭിച്ച കലാകാരിയാണ് മർസിയ ഫർഹാൻ. ദാദാ ഫ്ലക്സ് സിറ്റുവേഷനിസ്റ്റ് ഇന്റർനാഷണൽ മുതലായ പ്രസ്ഥാനങ്ങളുടെ ചരിത്രങ്ങളിൽ നിന്നും ലാവണ്യശാസ്ത്രത്തിൽ നിന്നുമാണ് പ്രാഥമികമായും ഫർഹാനയുടെ കലാധാരണകൾ രൂപം കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂകമ്പങ്ങളുടെയും വെള്ളപ്പൊക്കങ്ങളുടെയൊക്കെ നാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റ് എടുത്തൊരു വിഷയം നമ്മുടെ കഴിഞ്ഞ കാലത്ത്, നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും ദുരിതം അനുഭവിച്ച, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട, നമുക്കൊരുപാട് നല്ലതും തന്നിട്ടുണ്ട് പ്രളയം, ഒത്തൊരുമ സംഭവങ്ങൾ നമ്മൾ അതിജീവിച്ചതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷയം എടുത്ത് മർസിയ ഫർഹാൻ ഇവിടെ ഇത്തരത്തിലൊരു ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വരുമ്പോൾ, അതായത് കേരളക്കാർ വരുമ്പോൾ അവർ ചില ആളുകൾ വന്നാകെ നമ്മൾ ഇങ്ങനെയായിരുന്നു എൻ്റെ വീട്, ഇങ്ങനെയായിരുന്നു എൻ്റെ സ്ഥലം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രളയം നടന്ന ഒരു സ്ഥലം എങ്ങനെയാണോ അവിടെ എങ്ങനെയായിരിക്കും വെള്ളത്തിൽ സാധനങ്ങൾ എങ്ങനെയാണോ പൊങ്ങിക്കിടക്കുന്നത് അതുപോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം പെയിന്റിംഗ് ഇൻസ്റ്റലേഷൻ, അസംബ്ലാഷ്, വീഡിയോ ഇൻസ്റ്റലേഷൻ മുതലായ വ്യത്യസ്ത മാധ്യമങ്ങളിൽ തന്റേതായ വ്യക്തിഗത ശൈലി അവർ വികസിപ്പിച്ചിട്ടുണ്ട്. അവരുടെ അസംബ്ലാഷുകളിലും ഇൻസ്റ്റലേഷനുകളിലുമുള്ള ഘടകങ്ങൾ പത്രങ്ങൾ, മാഗസിനുകൾ, കണ്ടെടുത്ത വസ്തുക്കൾ, വീഡിയോ ശകലങ്ങൾ എന്നിവയിൽ നിന്നും രൂപപ്പെട്ടവയായ. So the artist's name is Marziya Farhana and she's from Bangladesh. And this particular exhibit is about the after effects of Kerala floods which happened. And the different rooms were identified different kind of loss. Like that room is particularly the loss of education which happens. That's how you can see the benches and the books and the tables, and all the materials are collected from the area which were affected by the floods. The artist itself went to certain places and got all the materials. So the artist wanted the visitors to experience the loss which has been caused due to the floods. തന്റെ കലാഗവേഷണത്തിലുടനീളം അവർ പിന്തുടർന്ന കലാകാരന്മാരുടെ പ്രസ്താവനകളിൽ നിന്നും തത്വശാസ്ത്രജ്ഞരുടെ ഉദ്ധരണികളിൽ നിന്നും അതുപോലെ കൃതികളിൽ നിന്നുമൊക്കെ ഫർഹാന പ്രചോദനം സ്വീകരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രകൃതിയോട് നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് ക്രൂരതകളാണ്. പക്ഷെ അതിന് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രകൃതി. അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു സംഭവം തുടങ്ങുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് നിന്നും കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയ്ക്ക് പ്രകൃതിയിലുള്ള ശോഭം കാണിക്കാൻ. നിത്യജീവിത വസ്തുക്കളിൽ നിന്നു തന്നെ കല ഉൽപ്പാദിപ്പിക്കാനാകുമെന്നും അതുപോലെ അവയിൽ നിന്നും അർത്ഥങ്ങളും സംഘാടനങ്ങളും സാധ്യമാകുമെന്നുമുള്ള ധാരണയിലാണ് കലാ ഉൽപാദനത്തെക്കുറിച്ചുള്ള
ഫർഹാനയുടെ ലാവണ്യശാസ്ത്രപരവും നൈമിഷികവുമായ സമീപനത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നത്. തന്നെ അവിടെ ഒരു ലൂം വെച്ചിരിക്കുന്നതാണ്, ഒരു സ്ട്രിങ് ലൂം. ആ സ്ട്രിങ് ലൂമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുന്നത്തെ ഒരു കൈത്തറിയായിട്ട് ഉപയോഗിച്ചിട്ടൊരു സാധനം അത് ഇപ്പോൾ ആരും ഉപയോഗിക്കാണ്ടായി. അപ്പൊ ആ സാധനം വേസ്റ്റ് ആയി പോവാ. ആ വേസ്റ്റ് ആയി പോകുമ്പോൾ അത് റീസൈക്കിൾ ചെയ്യണം. ആ റീസൈക്കിൾ ചെയ്യണതിന്റെ വേറൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റി. അതായത് നമ്മുടെ വീട്ടിൽ കാണുന്ന ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അതിനകത്ത് അതിനെ അതായത് ടി വി, മിക്സി, സ്കാനർ, കമ്പ്യൂട്ടർ, ഓൾ ദോസ് ഐറ്റംസ്, അത് വെച്ചിട്ട് ഒരു കൈനറ്റിക് ഇൻസ്റ്റലേഷൻസ് ഉണ്ടാക്കിയിരിക്കുക. ഇവിടെയും റീപർപ്പോസിംഗ് ആണ്. ഈ മെറ്റീരിയൽസ് ഒക്കെ ഇനി ഇതൊന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു റീസൈക്ലിംഗ് കൂടി വേണേൽ നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മൾ ഈ വിലയില്ലാണ്ട് നടക്കുന്ന ഈ സാധനങ്ങൾ ഒരിക്കലും ഒരു ആർട്ട് വർക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വില മാറി. അപ്പൊ അങ്ങനെ ഒരു റീപർപ്പസിംഗ് കൂടിയാണിത്. റീപർപ്പസിംഗും പിന്നെ നമുക്ക് വേറൊരു മെറ്റീരിയൽസ് വെച്ചിട്ട് ഈ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് അതിന്റെ മെയിൻ കാരണമായിട്ട് വരുന്നത്. പലരുമായി കൂട്ടുചേർന്നും ഫർഹാന വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മൂലധന നിർണിതമായ കുത്തക സമീപനങ്ങളെ സാധാരണവൽക്കരിച്ചതിന്റെ പരിണിതിയായി നിത്യജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ സഹാനുഭൂതിയും അന്തസ്സും പ്രതീകാത്മകമായി പുനഃസ്ഥാപിക്കാൻ ഇത്തരത്തിലുള്ള പ്രക്രിയയ്ക്ക് കഴിയും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇവർക്ക് ഇത് സാധ്യമാകുന്നത്. ഫർഹാനയെ സംബന്ധിച്ചിടത്തോളം അതീശ സമൂഹത്തിന്റെ നെടുനായകത്വത്തെ അതിജീവിക്കാനുള്ള ഒരു പ്രതിരോധ പ്രവർത്തനമാണ് കല. ഈ മിറർ ഇവിടെ വെച്ചിരിക്കുന്നത് തന്നെ എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സാധനങ്ങളൊക്കെ ഈ മിററിൽ റിഫ്ലക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ നമ്മുടെ വാട്ടറാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലിങ്ങനെ സാധനങ്ങളൊക്കെ ഫ്ലേർട്ട് ചെയ്യുന്നത് പോലെ തോന്നും, റിയൽ ആയിട്ട് തോന്നുന്ന പോലെ അങ്ങനെ ഉണ്ട്. പിന്നെ നമുക്ക് കാണാം ഇത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫ്രിഡ്ജാണ്. അപ്പോൾ അത് കാണിക്കുന്ന രീതിയിൽ തന്നെ വെച്ചിരിക്കുന്നത് ആ ഒരു റെവല്യൂഷൻ നമ്മൾ കമ്പനികൾ ഇല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടി അത് നൽകുന്നുണ്ട്. 2018 ഓഗസ്റ്റിൽ കേരളം കടന്നുപോയ നാശോന്മുഖമായ പ്രളയകാലത്ത് നിരവധി ഗാർഹിക വസ്തുക്കൾ, ഫർണിച്ചറുകൾ, പുസ്തകങ്ങൾ എന്നിവ ശരിയാക്കിയെടുക്കാനാവാത്ത വിധം നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള സാധനങ്ങളിൽ എല്ലാം നമ്മൾ ഫ്ലഡ് നടന്ന സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ചേന്നമംഗലം, അതുപോലെ തന്നെ ആലുവ, ആ ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നത് ഒരുപാട് പുസ്തകങ്ങൾ, ഫ്ലഡ് നശിച്ചു പോയിട്ടുള്ള പുസ്തകങ്ങളുടെ ഇത് കാണാൻ കഴിയും. അപ്പോൾ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് തന്നെ മനുഷ്യൻ ഒരുപാട് കാലങ്ങളായിട്ട് ഭൂമിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലനം ഭൂമി തിരിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നു. മറ്റു പലയിടത്തും നടക്കുമ്പോൾ നമുക്കത് വലിയ ഇതായിട്ട് തോന്നാറില്ലെങ്കിലും ഇപ്പോൾ നമ്മളവിടെ നടന്നു കഴിഞ്ഞു. നമ്മളിപ്പോഴും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിജീവനം ഫുള്ളായിട്ടില്ല. അപ്പൊ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കേരളത്തിലെ പ്രളയമേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഇൻസ്റ്റലേഷൻ ഈക്കോസൈഡ് ആൻഡ് ദി റൈസ് ഓഫ് ഫ്രീ ഫോൾ എന്ന പേരിൽ 2018 ഫർഹാന തന്റേതായി വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രദർശനം സംഘടിപ്പിച്ചു. ഇത് ഗ്രില്ലാണ്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ അടുക്കള ഭാഗത്തൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഫിലിം റോളുകൾ ആർക്കൈവായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ടൈപ്പ് റൈറ്റർ, ലാപ്ടോപ്പ്. അതുപോലെ തന്നെ ഈ റൂമിൽ മൊത്തമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്കൂളിലെ ബെഞ്ചുകൾ. അതുപോലെ തന്നെ ഇത് ബുക്ക് ഷെൽഫിൽ മൊത്തം ഫ്ലഡ് അഫക്റ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇത് ലൈബ്രറിയിൽ നിന്നും കുറച്ച് ആളുകളുടെ വീട്ടിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നമുക്ക് തന്നെ അറിയാം ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ബുക്കുകൾ ഒരുപാടുണ്ട്, റയർ ആയിട്ടുള്ള ബുക്കുകൾ ഒരുപാടുണ്ട്. ഇവിടെ തന്നെ ഈ കാണുന്നതൊക്കെ അതുപോലെ തന്നെ ഉള്ളതാണ്. റയർ ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഈ 2 പുസ്തകങ്ങളൊക്കെ തിരുവിതാംകൂറിന്റെ ചരിത്രത്തെ പറ്റി പറയുന്ന പുസ്തകങ്ങളാണ്. അതൊക്കെ റയർ ബുക്കുകളാണ്. ഇത് മൊത്തത്തിൽ എഡ്യൂക്കേഷൻ, ലൈബ്രറി, അങ്ങനെ ആ ഒരു കൺസെപ്റ്റാണ് ഈ റൂമിനുള്ളത്. പ്രകൃതിയോടുള്ള മനുഷ്യ ചൂഷണവും വ്യാപാരവൽക്കരണവും
ഉൽപ്പന്ന ഭ്രാന്തും വ്യാവസായികവൽക്കരണം മൂലമുണ്ടായ തകർച്ചയും തൊടുത്തുവിട്ട വിപുലമായ പാരിസ്ഥിതിക ദുരന്തത്തിന് നടുവിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇത് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഫർഹാനയുടെ കേരളം കണ്ട പ്രളയം. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ അപകോളനീകരണ പ്രക്രിയകളിലൂടെ പുനരാവിഷ്കരിക്കാനും പുനർക്രമീകരണം ചെയ്യുവാനുമുള്ള ഒരു അടിയന്തര ആഹ്വാനമാണ് മർസിയ ഫർഹാനയുടെ പ്രസ്തുത സൃഷ്ടി. അപ്പൊ നമ്മളൊരു നേർക്കാഴ്ച തന്നെയാണ് നമ്മൾ കേരളം പിന്നിട്ട ഒരു മാസക്കാലം നമ്മൾ അനുഭവിച്ച ദുരിതങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ഒരുപാട് കാശ് കൊണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി പുഴയുടെ തീരത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വീട് വയ്ക്കും. അപ്പോൾ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നത് നമ്മൾ തിരിച്ച് പ്രകൃതി നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ ഉപദ്രവിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം കരസ്ഥമാക്കിയിരിക്കുന്ന ചരിത്രത്തിലെ പ്രതിരോധിക്കാനാവാത്ത വീഴ്ചയ്ക്കുള്ളിൽ അകപ്പെട്ട ഒരു പരിണാമഘട്ടത്തെയാണ് ഈ ഇൻസ്റ്റലേഷനിലൂടെ പ്രതിനിധാനം ചെയ്യുന്നത്.